വെൽക്കം ടു മാഡ്സ് മാസ്റ്റർ ഡയറക്ടേഴ്സ് ഷോ. 1970കളുടെ മധ്യത്തിൽ തമിഴ് സിനിമ നഗരങ്ങളുടെയും സ്റ്റുഡിയോ സെറ്റുകളുടെയും ലോകത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഗ്രാമീണ യുവാവ് സിനിമയെ യഥാർത്ഥ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോയത്. ആ മനുഷ്യന്റെ പേരാണ് ഭാരതിരാജ. ഭാരതിരാജയുടെ യഥാർത്ഥ പേര് ചിന്നസ്വാമി എന്നാണ്. 1941 ജൂലൈ 17 തമിഴ്നാട്ടിലെ അല്ലി നഗരം എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യകാലം മുഴുവൻ ഗ്രാമീണ ജീവിതത്തോട് ചേർന്നാണ് വളർന്നത്. വയലുകളും ഉത്സവങ്ങളും ഗ്രാമീണ ബന്ധങ്ങളും ദാരിദ്ര്യവും മനുഷ്യരുടെ ജീവിത സമരങ്ങളും അടുത്തറിഞ്ഞ ഈ അനുഭവങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളുടെ ആത്മാവായി മാറി. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കോളേജ് വിദ്യാഭ്യാസം പൂർണ്ണമായി തുടരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ചെറുപ്പം മുതൽ സിനിമയോടും പ്രത്യേകിച്ച് സംവിധായകരോടും അദ്ദേഹത്തിന് വലിയ ആരാധനയുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമാ മോഹവുമായി അദ്ദേഹം ചെന്നൈയിലേക്ക് എത്തി. പക്ഷെ അവസരങ്ങൾ എളുപ്പത്തിൽ ലഭിച്ചില്ല. ജീവിത ചെലവിനായി പെട്രോൾ പമ്പിലും സർക്കാർ ആരോഗ്യ വകുപ്പിലും ഒക്കെ ജോലി ചെയ്തു. ഇതിനിടയിൽ സിനിമയിൽ അവസരം തേടി അലഞ്ഞു. പിന്നീട് സംവിധായകരുടെ സഹായിയായി പ്രവർത്തിച്ച് സിനിമയുടെ സാങ്കേതിക വശങ്ങൾ പഠിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു പിന്നീട് സംഗീത ലോകത്തെ ഇതിഹാസമായ ഇളയരാജ. ഇരുവരും ദാരിദ്ര്യകാലത്ത് ഒരുമിച്ച് സ്വപ്നങ്ങൾ പങ്കുവച്ചവരാണ്. 1977 തമിഴ് സിനിമയുടെ ചരിത്രം മാറ്റിയ വർഷമായിരുന്നു. ഭാരതിരാജയുടെ ആദ്യ ചിത്രം പിറന്നു വീണു 16 വയതിനിലെ. മയിൽ എന്ന ഗ്രാമീണ പെൺകുട്ടി അധ്യാപികയാകാൻ ആഗ്രഹിക്കുന്നു. അവളെ സ്നേഹിക്കുന്ന ചപ്പാണി എന്ന ദരിദ്രനും ശാരീരിക വൈകല്യമുള്ള യുവാവ്. ഇതിനിടയിൽ ഗ്രാമത്തിലെത്തുന്ന മൃഗ ഡോക്ടറെ മയിൽ പ്രണയിക്കുന്നു. എന്നാൽ ഡോക്ടർ അവളെ ചൂഷണം ചെയ്യുകയാണ്. അവസാനം ചപ്പാണിയുടെ നിസ്വാർത്ഥ സ്നേഹമാണ് യഥാർത്ഥമെന്ന് മയിൽ തിരിച്ചറിയുന്നു. തമിഴ് സിനിമയിലെ ആദ്യത്തെ യഥാർത്ഥ ഗ്രാമീണ യാഥാർത്ഥ്യ ചിത്രങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. രജനികാന്ത് അവതരിപ്പിച്ച പരട്ടൈ എന്ന വില്ലൻ കഥാപാത്രം ഇന്നും പ്രശസ്തമാണ്. 1978 കിഴക്ക് പോകും റെയിൽ എന്ന മനോഹര ചിത്രവുമായി ഭാരതിരാജ മടങ്ങി വന്നു. സാമൂഹികമായി ഒറ്റപ്പെട്ട ഒരു യുവതിയും ഒരു യുവാവും തമ്മിലുള്ള പ്രണയമാണ് കഥ. ഗ്രാമത്തിന്റെ അന്ധവിശ്വാസങ്ങളും സാമൂഹിക സമ്മർദ്ദങ്ങളും അവരുടെ ജീവിതം ദുരിതത്തിലാക്കുന്നു. ഗ്രാമീണ പ്രണയത്തിന്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി ഇന്നും വിലയിരുത്തപ്പെടുന്നു. 1978 പുറത്തിറങ്ങിയ സിഗപ്പ് റോജാക്കൾ മറ്റൊരു ജോണർ സിനിമയായിരുന്നു. പുറമെ വിജയിയായ ഒരു ബിസിനസ്സുകാരൻ, എന്നാൽ രഹസ്യമായി സ്ത്രീകളെ കൊലപ്പെടുത്തുന്ന ഒരു സീരിയൽ കില്ലറാണ് അയാൾ. ഗ്രാമ സിനിമകൾ മാത്രം ചെയ്യാൻ കഴിയുന്ന സംവിധായകനല്ല താനെന്ന് തെളിയിച്ച ചിത്രം. തമിഴ് സിനിമയിലെ ആദ്യകാല സൈക്കോളജിക്കൽ ത്രില്ലറുകളിൽ ഒന്ന്. 1983 രേവതി എന്ന അതുല്യ നടിയുടെ അരങ്ങേറ്റ ചിത്രമായി മൺവാസന എന്ന ചിത്രം അദ്ദേഹം പുറത്തിറക്കി. ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള പ്രണയവും കുടുംബ ബന്ധങ്ങളും സാമൂഹിക സംഘർഷങ്ങളുമാണ് ചിത്രത്തിന്റെ കേന്ദ്ര വിഷയം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മണ്ണിന്റെ മണം നിറഞ്ഞ ഗ്രാമ ജീവിതത്തിന്റെ മനോഹരമായ ചിത്രീകരണം. 1985 പുറത്തിറങ്ങിയ മുതൽ മര്യാദ എന്ന ചിത്രമാണ് അദ്ദേഹത്തിന്റെ ക്ലാസിക്കുകളിൽ ഒന്ന്. മലൈച്ചാമി തേവർ എന്ന വൃദ്ധനായ കഥാപാത്രം അന്ത്യശ്വാസം വലിക്കാൻ കിടക്കുന്നിടത്താണ് ചിത്രം ആരംഭിക്കുന്നത്. മലൈച്ചാമി തേവർ ആ ഗ്രാമത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന മനുഷ്യനായിരുന്നു. ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ തീർപ്പാക്കുന്നത് അദ്ദേഹമായിരുന്നു. പക്ഷെ ആ ബഹുമാനത്തിന്റെയും അധികാരത്തിന്റെയും പിന്നിൽ ആരും കാണാത്ത ഒരു ഏകാന്തതയുണ്ടായിരുന്നു. വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തെ കാത്തിരുന്നത് സ്നേഹമല്ല, പരിഹാസമായിരുന്നു. ഭാര്യ പൊന്നാത്തയ്ക്ക് അദ്ദേഹത്തോട് ഒരിക്കലും സ്നേഹമുണ്ടായിരുന്നില്ല. ഒരേ വീട്ടിൽ താമസിച്ചിട്ടും അവർ അന്യരെ പോലെയായിരുന്നു. 60 വയസ്സ് പിന്നിട്ട മലൈച്ചാമിക്ക് ജീവിതം തീർന്നുപോയ ഒരു പുസ്തകം എന്ന് തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം നദിക്കരയിൽ വെച്ച് അദ്ദേഹം കുയിലിനെ കാണുന്നത്. വള്ളം തുഴഞ്ഞ് ജീവിക്കുന്ന ഒരു ദരിദ്ര പെൺകുട്ടി. അവളുടെ വസ്ത്രങ്ങൾക്ക് വിലയുണ്ടായിരുന്നില്ല, എന്നാൽ അവളുടെ ചിരിക്ക് വിലയുണ്ടായിരുന്നു. മലൈച്ചാമിയെ കണ്ടപ്പോൾ അവൾ ഗ്രാമമുഖ്യനെ കണ്ടില്ല, ഒരു മനുഷ്യനെയാണ് കണ്ടത്. എന്തായി ഇത്രയും വിഷമിച്ചിരിക്കുന്നത് പോലെ എന്ന് അവൾ ചോദിച്ചു. വർഷങ്ങളായി ആരും ചോദിക്കാത്ത ഒരു ചോദ്യമായിരുന്നു അത്. ആ ദിവസത്തിന് ശേഷം അവർ ഇടയ്ക്കിടെ കണ്ടുമുട്ടാൻ തുടങ്ങി. വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവർ സംസാരിക്കും. മഴയെക്കുറിച്ചും മീനുകളെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും. മലൈച്ചാമി തന്റെ ഹൃദയത്തിൽ വർഷങ്ങളായി അടക്കി വെച്ച വേദനകൾ അവളോട് പറയാൻ തുടങ്ങി. കുയിൽ കേട്ടിരുന്നു, അവൾ ഉപദേശിച്ചില്ല, വിധി പറഞ്ഞില്ല, വെറുതെ കേട്ടിരുന്നു. അതായിരുന്നു മലൈച്ചാമിക്ക് ലഭിച്ച ഏറ്റവും വലിയ ആശ്വാസം. ക്രമേണ അവർ തമ്മിൽ ഒരു ബന്ധം വളർന്നു. അതിന് പേരിടാൻ കഴിയാത്ത ഒരു ബന്ധം. പ്രണയമോ സൗഹൃദമോ അതോ ആത്മബന്ധമോ അവർക്ക് പോലും അറിയില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം അവർക്ക് ഉറപ്പായിരുന്നു, പരസ്പരം കാണുമ്പോൾ അവർ സന്തോഷിച്ചിരുന്നു. എന്നാൽ ഗ്രാമത്തിന് ആ ബന്ധം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു വയോധികനും ഒരു യുവതിയും സുഹൃത്തുക്കളാകാമെന്ന് സമൂഹം വിശ്വസിച്ചില്ല. അപവാദങ്ങൾ പറഞ്ഞു, ആളുകൾ പരിഹസിച്ചു, കുടുംബാംഗങ്ങൾ പോലും മലൈച്ചാമിയെ കുറ്റപ്പെടുത്തി. എന്നാൽ കുയിൽ ഒരിക്കലും അദ്ദേഹത്തെ വിട്ടുപോയില്ല. ലോകം എന്ത് പറഞ്ഞാലും നിങ്ങൾ നല്ല മനുഷ്യനാണ് അയ്യ, അവൾ പറയും. ആ വാക്കുകൾ കേൾക്കുമ്പോൾ മലൈച്ചാമിയുടെ കണ്ണുകൾ നിറയും. കാരണം ജീവിതത്തിൽ ആദ്യമായാണ് ആരെങ്കിലും അദ്ദേഹത്തെ മനസ്സിലാക്കിയത്. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ആരെങ്കിലും അദ്ദേഹത്തെ ബഹുമാനിച്ചത്. അധികാരത്തിനല്ല, പണത്തിനല്ല, മനുഷ്യൻ എന്ന നിലയിൽ. അതിനിടയിൽ മലൈച്ചാമിയുടെ ആരോഗ്യം മോശമായി. മരണശയ്യയിൽ കിടക്കുമ്പോൾ ചുറ്റും ബന്ധുക്കളും ഗ്രാമവാസികളും ഉണ്ടായിരുന്നു. അവർ എല്ലാവരും അദ്ദേഹത്തിന് ബഹുമാനം നൽകിയവരായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് തിരഞ്ഞത് ഒരാളെ മാത്രമായിരുന്നു, കുയിലിനെ. ആ വാർത്തയറിഞ്ഞ കുയിലി തന്റെ വള്ളത്തിൽ പുഴയിലൂടെ പാഞ്ഞെത്തി. മരണശയ്യയിൽ കിടന്ന മലൈച്ചാമിയുടെ കണ്ണുകൾ അവളെ കണ്ടപ്പോൾ തെളിഞ്ഞു. വർഷങ്ങളായി വാക്കുകളിലൂടെ പറയാനാകാതെ പോയ സ്നേഹവും നന്ദിയും ആ കണ്ണുകളിൽ നിറഞ്ഞിരുന്നു. കുയിലി അദ്ദേഹത്തിന്റെ അരികിലിരുന്നു. മലൈച്ചാമി പതുക്കെ അവളുടെ മടിയിൽ തലചായ്ച്ചു. പുഴക്കരയിൽ കാറ്റ് മെല്ലെ വീശി. അവർ ഒന്നും പറഞ്ഞില്ല, പക്ഷെ ആ നിശബ്ദതയിൽ 1000 വാക്കുകൾ ഉണ്ടായിരുന്നു.
പോയിരുന്നു. ഒടുവിൽ തന്റെ ജീവിതത്തിൽ ആദ്യമായി യഥാർത്ഥ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ചൂടറിഞ്ഞുകൊണ്ട് മലൈച്ചാമി കണ്ണുകൾ അടച്ചു. കുയിലിയുടെ മടിയിൽ തലചായ്ച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പുഴ ഒഴുകിക്കൊണ്ടിരുന്നു, കാറ്റ് വീശിക്കൊണ്ടിരുന്നു. പക്ഷേ സമൂഹം ഒരിക്കലും അംഗീകരിക്കാത്ത ആ രണ്ട് ഹൃദയങ്ങളുടെ കഥ അവിടെ അവസാനിച്ചില്ല. അത് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു മധുരവേദനയായി ജീവിച്ചുകൊണ്ടേയിരുന്നു. മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ഭാരതിരാജയ്ക്ക് നേടിക്കൊടുത്ത ചിത്രമായിരുന്നു ഇത്. കുയിൽ എന്ന കഥാപാത്രം അവതരിപ്പിച്ച രാധയും ഏറെ പ്രശംസിക്കപ്പെട്ടു. ഇളയരാജയുടെ മനോഹരമായ സംഗീതം ചിത്രത്തെ അനശ്വരമാക്കി. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന 1987 പുറത്തിറങ്ങിയ വേദം പുതിയത്, പെൺകുഞ്ഞുങ്ങൾ നേരിടുന്ന വിവേചനത്തിന്റെ കഥ പറഞ്ഞ 1994 പുറത്തിറങ്ങിയ കറുത്തമ്മ അടക്കം എത്രയോ മനോഹര ചിത്രങ്ങൾ അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ചു. തമിഴ് സിനിമയിലെ റൂറൽ റിയലിസം എന്ന ശാഖയ്ക്ക് അടിത്തറയിട്ട മഹാനായ കലാകാരനായിരുന്നു ഭാരതിരാജ. മനുഷ്യരെ മണ്ണിൽ നിന്ന് കണ്ടെത്തിയ അമൂല്യ കലാകാരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹത്തെ തമിഴ് സിനിമയുടെ ഗ്രാമങ്ങളുടെ കവി, മണ്ണിന്റെ സംവിധായകൻ, തമിഴ് സിനിമയെ മാറ്റിമറിച്ച മനുഷ്യൻ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അനശ്വരനായ ആ കലാകാരന് മുന്നിൽ ആദരാഞ്ജലികൾ.